الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين، وعلى آله وأصحابه أجمعين. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله في الرحمة والزحمة، وفي النعمة والنقمة، وفي الخير والشر، وفي البلاء والعطاء. إن نريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وآله وأصحابه وسلم عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا السماء انفطرت، وإذا النجوم انتثرت، وإذا البحار فجرت، وإذا القبور بعثرت، علمت نفس ما قدمت وأخرت. يا أيها الإنسان ما غرك بربك الكريم، الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. كلا بل تكذبون بالدين، إن عليكم لحافظين كراما كاتبين يعلمون ما تفعلون. إن الأبرار لفي نعيم، وإن الفجار لفي جحيم، يصلونها يوم الدين وما هم عنها بغائبين. وما أدراك ما يوم الدين، ثم ما أدراك ما يوم الدين، يوم لا تملك نفس لنفس شيئا، والأمر يومئذ لله. صدق الله صدق الله صدق الله مولانا العلي العظيم، وصدق وبلغنا رسوله النبي الكريم صلى الله عليه وآله وأصحابه وسلم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وآله وأصحابه وسلم: والله الذي لا إله إلا هو إني لرسول الله إليكم خاصة وإلى الناس كافة، والله لتموتن كما تنامون
وَلَتُبْعَثُنَّ كَمَا تَسْتَيْقِظُونَ وَلَتُحَاسَبُنَّ بِمَا تَعْمَلُونَ وَلَتُجْزَوْنَ بِإِحْسَانٍ إِحْسَانًا وَبِالسُّوءِ سُوءًا صدق الرسول الكريم صلى الله عليه وآله وأصحابه وسلم اللهم صل وسلم وبارك اللهم صل وسلم وبارك اللهم صل وسلم وبارك على رسولك نبينا وسيدنا وحبيبنا ومحبوبنا ومعشوقنا ومرشدنا ومصطفانا ومجتبانا ومنجينا وهادينا وقرة أعيننا وثمرة فؤادنا محمد النبي الأمي نبي الرحمة وأزواجه وذريته وأهل بيته وأصحابه أجمعين. അഭിവന്യരായ മുഅ്മിനീങ്ങളെ, സ്നേഹമുള്ള എന്റെ ജ്യേഷ്ഠാനുജന്മാരായ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉമ്മപെങ്ങന്മാരായ സഹോദരിമാരെ, ദീനിന്റെ വിളിയാളം കേട്ട് പരിശുദ്ധ റമളാനിന്റെ ഈ വിശുദ്ധ രാവിനെ അല്ലാഹുവിനു വേണ്ടി ഹയാത്താക്കാനുള്ള ഒറ്റ ഉദ്ദേശത്തോടെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന്, നഗരാന്തരങ്ങളിൽ നിന്ന് ഈ പാറപ്പുറത്തേക്ക് ഒഴുകിയെത്തിയ എന്റെ സ്നേഹ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെന്റെ ഹൃദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് അല്ലാഹുവിന്റെ സദസ്സാണ്. ഞാനത് ആത്മാർത്ഥമായി പറയുന്നു. പൂർണ്ണമായും ദീനിന്റെ സദസ്സാണ്. മറ്റൊരു ഉദ്ദേശം ഇത് സംഘടിപ്പിച്ചവർക്കില്ല, ഈ പറയുന്നവനുമില്ല, കേൾക്കാൻ വന്ന നിങ്ങൾക്കുമില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. എങ്കിൽ പിന്നെ ഇതെന്തിന്റെ സദസ്സാണ്? ഇത് റബ്ബിന്റെ സദസ്സാണ്. വളരെ ഗഹനമായ, കടൽ പോലെ ആഴമുള്ള, അതേ കടൽ പോലെ പരപ്പുമുള്ള ഒരു വിഷയം നമുക്ക് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ കിടക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഈ വിനീതൻ നടത്തിയിട്ടുള്ള ഒരുക്കപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നാളെ കൊണ്ട് പോലും ഈ വിഷയം അവസാനിക്കുമോ എന്നെനിക്ക് പറയാൻ സാധിക്കില്ല. വിഷയമല്ല, ഞാൻ കണക്കാക്കി പോയിന്റ് കുറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് തന്നെ പരിപാടിയിലെ നിശ്ചയപ്രകാരം നാളെ കൊണ്ട് അവസാനിക്കുമോ എന്ന് പറയാൻ സാധിക്കില്ല. സംഘാടകരായ സുഹൃത്തുക്കൾക്ക് ആഗ്രഹമുണ്ട് നാളെ കൊണ്ട് അവസാനിച്ചില്ലെങ്കിൽ ഒരു ദിവസവും കൂടി നടത്തണം എന്ന്. പക്ഷേ സ്വതവേ ശാരീരികമായി വളരെ അസ്വാസ്ഥ്യങ്ങളുള്ള, ഒരുപാട് രോഗങ്ങളുടെ ഒരിരയായ എന്നെക്കൊണ്ടതിന് കഴിയുമോ എന്നെനിക്കറിയില്ല. കഴിഞ്ഞാലൊരു പക്ഷേ നമുക്ക് ആലോചിക്കാം. വിഷയം തീർന്നു പോയാൽ നാളെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. വിഷയവും തീർന്നില്ല, മറ്റന്നാൾ സംസാരിക്കാൻ വിഷമവുമാണെങ്കിൽ ഈ വിഷയം വേറെ എവിടെയെങ്കിലും വെച്ച് പ്രസംഗിച്ച് തീർക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് എന്നതൊരു കാര്യം. മറ്റൊരു കാര്യം, ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിന് വേണ്ടി ധാരാളം പഠിച്ചു വായിച്ചിട്ടുണ്ട്. നിരവധി ഗ്രന്ഥങ്ങൾ വിദേശത്ത് നിന്ന് വരെ വരുത്തിച്ചിട്ടുണ്ട്. അമേരിക്ക മുതൽ പാകിസ്ഥാൻ വരെ സയൻസുമായും ഏറ്റവും പുതിയ പ്രപഞ്ചത്തിന്റെ അന്ത്യവുമായും ബന്ധപ്പെട്ട പഠനങ്ങളെ പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്റെ സഹോദരങ്ങൾക്ക് പകർന്നു തരാൻ എന്റെ ഹൃദയം കിടുങ്ങുകയാണ്. ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ. 14 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തിനൊരു അന്ത്യമുണ്ടാകുമെന്ന് ആമിന ബീവിയുടെ മോൻ മരുഭൂമിയുടെ ഏകാന്തതയിൽ വെച്ച് ലോകത്തോട് പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രം അംഗീകരിക്കുന്ന സത്യം നിങ്ങളുമായി പങ്കുവെക്കാൻ എന്റെ ഹൃദയം തുടുങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞാൻ പിന്നെയും പ്രാർത്ഥിക്കുന്നു. 2-3 കാര്യങ്ങൾ ഉപക്രമമായിട്ട് സൂചിപ്പിക്കാനുണ്ട്. ഞാൻ വളരെ ചുരുക്കത്തിൽ ഇത് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ കാര്യം, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നല്ല നീയത്തോടുകൂടി വേണം ഇരിക്കാൻ. വെറുതെ ഒരു പ്രസംഗം കേൾക്കാൻ വന്ന മാതിരി ആരും ഇരിക്കരുത്. പരിശുദ്ധ റമദാനിലെ രാത്രിയിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇതൊരു ദീനിന്റെ മജ്ലിസാണ്. ആ ബോധത്തോടുകൂടി മാത്രമേ
എന്റെ ഓരോ സഹോദര